സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി സ്ഥാനം ഒഴിഞ്ഞ് കെ വി തോമസ് കേരള ഹൗസിലെ സ്ഥിരം മുറി വിട്ടു നൽകി. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ. അർജുൻ, അതിനകത്തൊരു പ്രത്യേക സർക്കാർ മാറിയപ്പോൾ സർക്കാർ നിയോഗിച്ച പ്രത്യേക ദൂതൻ മാറി, അതിനാലൊരു പ്രത്യേക രാജിക്കത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല അല്ലേ? കശ്മീർ 2023 ജനുവരി 19 കെ വി തോമസിനെ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിക്കൊണ്ട് അവിടുത്തെ ക്യാബിനറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഒരു ഉത്തരവിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ LDF സർക്കാർ പൂർത്തിയാക്കുന്നു അല്ലെങ്കിൽ LDF സർക്കാർ എന്ന് ഒഴിയുന്നു അന്ന് തന്നെ കെ വി തോമസിന്റെയും സ്ഥാനം ഡിസോൾവ് ആകുമെന്നുള്ള കാര്യം ഈ ഒരു നിയമന ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കെ വി തോമസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രാജിയുടെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ കെ വി തോമസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്, അതുകൊണ്ട് തന്നെ തന്റെ ഈ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള ആ ഒരു സ്ഥാനവും ഒഴിഞ്ഞു എന്നുള്ള കാര്യമാണ് കെ വി തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം ഡൽഹിയിൽ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്നത് കേരള ഹൗസിലെ 304 നമ്പർ മുറിയിലാണ്. ആ ഒരു മുറിയും ഇപ്പോൾ അതിഥികൾക്കായി വിട്ടു നൽകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് കേരള ഹൗസ് അധികൃതരും അതുപോലെ തന്നെ കെ വി തോമസും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കേരള ഹൗസിൽ സ്ഥിരം മുറി ഉണ്ടായിരുന്നു, മന്ത്രിസഭ ഒഴിഞ്ഞു, അതോടെ കാലാവധി തീർന്നു, അതോടെ പ്രത്യേക രാജ ഒരു ആവശ്യമില്ല, കെ വി തോമസ് ആ സ്ഥാനം ഒഴിഞ്ഞു. കെ വി തോമസിന്റെ ആ പദവി, അദ്ദേഹത്തിന് നൽകുന്ന ഓണറേറിയം ഒക്കെ വലിയ തോതിൽ രാഷ്ട്രീയ വിമർശന വിധേയമായതുകൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.